ആയിട്ട് നല്ല ചാളക്കറിയും ചാള പൊരിച്ചും കൂടെ കഴിച്ചാലോ? ഈ ചാളയുണ്ടല്ലോ ഭയങ്കര ഫ്രോസൺ ആയിട്ടാണ്, ഭയങ്കര കട്ടിയിലിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് നേരം എന്തായാലും വെള്ളം ഒഴിച്ച് വെക്കേണ്ടി വരും. പിന്നെ ഈ നന്നാക്കണ കാര്യം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, പണ്ടെപ്പോഴോ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഏതായാലും പരീക്ഷിച്ച് നോക്കാം, ഇങ്ങനെയല്ലേ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. മീൻ്റെ ഐസൊക്കെ പോയി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരിയാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സമയത്ത് ഞാൻ എന്റെ അമ്മേനെ ഓർത്ത് പോവാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു അത് ചെയ്തേനെ. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അറിയാന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും നോക്കാം, എനിക്ക് വല്ല ഐഡിയ ഇല്ല. ഏതായാലും തിന്നാലേ പറ്റുള്ളൂ. സാഹചര്യങ്ങളാണല്ലോ ഓരോ മനുഷ്യരോരോന്ന് പഠിപ്പിക്കുന്നത്. സാധാരണ ഇവിടെ ഞങ്ങൾ ടിൻമീനാട്ടോ യൂസ് ചെയ്യാറ്. അതായത് ഈ മീൻ തന്നെ ചാള തന്നെ ടിന്നായിട്ട് കിട്ടും, അതുപോലെ ട്യൂണ ഫിഷ് ഒക്കെ കിട്ടും. സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഇങ്ങനെ മുഴുവനുള്ള മീൻ വാങ്ങല് ഭയങ്കര കുറവായിരുന്നു. ഇതിപ്പോ ഓഫർ ഉണ്ടായിരുന്നു വീട്ടില്, അതുകൊണ്ടാട്ടോ മേടിച്ചത്. മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടോ അതായത് ഈ പലിഗീനെ കിട്ടിയത്. അതായത് മീമോട്ടാന്ന് ചിലർ പറയും, ഞങ്ങൾ ചാലക്കുടിക്കാർ ഇതിനെ പലിഗീന്നാട്ടോ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പണ്ട് നാട്ടിലായിരിക്കും അമ്പത് എനിക്ക് സെപ്പറേറ്റ് വറുത്തൊക്കെ തരുവേ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടാവാം. നമ്മുടെ മീനിന്റെ പ്രയത്നത്തിന് ശേഷം അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോ ഉണ്ടായിരുന്നു. അത്ര ബുദ്ധിമുട്ടില്ലാതെ ഞാൻ എല്ലാം കറക്റ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പകുതി വറുക്കുകയും ചെയ്യാം, കറി വെക്കുകയും ചെയ്യാം. ഇതെന്തായാലും 1 കിലോ ഞാൻ ഇന്നലെ എടുത്ത് കമത്തും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ഞാൻ സേവ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പയ്യെ പയ്യെ കഴിക്കുള്ളൂ കേട്ടോ. നല്ല ചൂട് ചോറും നല്ല ചാളക്കറിയും ഉണ്ട് കേട്ടോ. ഒരു പൊരിച്ച മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡി. അപ്പൊ ഞാൻ പോയി തിന്നിട്ട് വരാം. ബൈ.